ചെറിയ ആൺകുട്ടികളെ സ്വർണം ധരിപ്പിക്കുവാൻ പാടുണ്ടോ എന്ന്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ആൺകുട്ടികളെ സ്വർണം ധരിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സമൂഹം പൊതുവെ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്, പുരുഷന്മാർക്ക് സ്വർണം പാടില്ല ഇസ്ലാമിൽ എന്ന്. അതുകൊണ്ടാണ് അവർ പുരുഷന്മാർക്ക് എന്ന് ചോദിക്കാതെ ചെറിയ ആൺകുട്ടികൾക്ക് എന്ന് ചോദിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ഇൻഷാ അല്ലാഹ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത്. ഒരു കാര്യം ആമുഖമായി പ്രത്യേകം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്താണോ വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് മുഴുവൻ മുസ്ലിമീങ്ങളോടുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പാടില്ല അല്ലെങ്കിൽ ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഖുർആനിലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാത്ത പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം വിലക്കിയാൽ അത് തീർച്ചയായും ഹറാമാണ്. മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഹ്മാ അമറക്കും ബിഹി ഫഫഅലു. പ്രവാചകൻ എന്ത് കൽപ്പിച്ചാലും നിങ്ങളത് ചെയ്യണം. വ മഹ്മാ നഹാകും അൻഹു ഫജ്തനിബു. പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം. കാരണം ഫഇന്നഹു ഇന്നമാ യഅ്മുറു ബിഖൈരിൻ വ ഇന്നമാ യൻഹാ അൻ ശർരിൻ. കാരണം പ്രവാചകൻ കൽപ്പിക്കുന്നതെല്ലാം ഖൈറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നതെല്ലാം ഷർറാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ ഷർറുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായാലും ശരി ഇല്ലെങ്കിലും ശരി അത് ഷർറാണ്. ഷർറായ കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു ആയത്താണ് സൂറത്തു നിസായിലെ 80-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ പ്രവാചകൻ അനുസരിക്കുന്നത് അവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള. എന്നാൽ ആരെങ്കിലും പിന്തിരിയുന്ന പക്ഷം നബിയെ അവരുടെ മേൽ ഒരു സൂക്ഷിപ്പുകാരനായി താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യുഖ്ബിറു തആല അൻ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്നഹു മൻ അതാഅഹു ഫഖദ് അതാഅ അല്ലാഹ്. പ്രവാചകനെക്കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. വമൻ അസാഹു ഫഖദ് അസല്ലാഹ്. പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നവർ അള്ളാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത്. കാരണം വമാ ദാക ഇല്ലാ ലിഅന്നഹു മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, അത് പ്രവാചകന് നൽകപ്പെടുന്ന വഹിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും പറയുന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഒരു കാര്യം ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ അത് ഏത് തന്നെയാകട്ടെ അത് നാം ഒഴിവാക്കണം. കാരണം അത് ഷർറാണ്. ഇഹത്തിലും പരത്തിലും നമുക്ക് ദോഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ വിലക്കുന്നത്. അതിൽപ്പെട്ട വിഷയമാണ് പുരുഷന്മാരായ ആളുകൾ അല്ലെങ്കിൽ ആൺവർഗത്തിന് സ്വർണവും പട്ടുവസ്ത്രവും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ഹരീറൻ ഫജഅലഹു ഫീ യമീനി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടുവസ്ത്രമെടുത്തു, എന്നിട്ട് അത് തൻ്റെ വലത് കൈയിൽ വെച്ചു. വ അഖദ ദഹബൻ ഫജഅലഹു ഫീ ഷിമാലി. സ്വർണ്ണമെടുത്ത് തൻ്റെ ഇടത് കൈയിലും വെച്ചു. അപ്പോൾ പട്ടുവസ്ത്രമെടുത്തു, അതേപോലെ തന്നെ സ്വർണവും എടുത്തു, രണ്ട് കൈകളിലായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഹദൈനി, ഇവ രണ്ടും അഥവാ പട്ടുവസ്ത്രവും സ്വർണവും ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ആൺവർഗത്തിന് ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. ഇവിടെ ദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നല്ല അതിൻ്റെ ശരിക്കുള്ള അർത്ഥം, മറിച്ച് ആൺവർഗം എന്നാണ്.
മെയിൽ എന്നാണ്. ഫീമെയിൽ അല്ലാത്തത്, പെൺവർഗമല്ലാത്തത്, ആൺവർഗം, അതിനാണ് ദുക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മത്തിലെ ആൺവർഗത്തിന്, അല്ലാതെ മുതിർന്ന ആളുകൾക്ക് എന്നല്ല, കുട്ടികൾക്ക് കുഴപ്പമില്ല എന്നല്ല, മറിച്ച് ഈ ഉമ്മത്തിലെ ആൺവർഗത്തിന് അതെന്താകുന്നു? ഹറാമാകുന്നു, പട്ടുവസ്ത്രവും സ്വർണവും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുതിർന്ന ആളുകൾക്കെന്നോ ചെറിയ കുട്ടികൾക്കെന്നോ ഉള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആൺവർഗം എന്നാണ് ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യൽബസ് ഹരീറൻ വലാ ദഹബ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ അവർ പട്ടുവസ്ത്രമോ സ്വർണമോ ധരിക്കാതിരിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക, ഇത് പുരുഷന്മാരോടുള്ള സംസാരമാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന പുരുഷന്മാർ പട്ടുവസ്ത്രം ഉപയോഗിക്കരുത്, അതേപോലെ തന്നെ സ്വർണവും ഉപയോഗിക്കരുത്. നമ്മുടെ അഖീദയുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റആ ഖാതമൻ മിൻ ദഹബിൻ ഫീ യദി റജുലിൻ. ഒരാളുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണത്തിൻ്റെ ഒരു മോതിരം കാണുകയുണ്ടായി. ഫനസഅഹു ഫതറഹു. ആ മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഊരിയെടുത്തു. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് സ്വർണത്തിൻ്റെ മോതിരം പ്രവാചകൻ ഊരിയിട്ട് വലിച്ചെറിഞ്ഞു എന്നാണ്. ഫഖാല, എന്നിട്ട് പ്രവാചകൻ ചോദിക്കാണ്, യഅ്മിദു അഹദുഹും ഇലാ ജംറത്തിൻ മിനന്നാർ, നരകത്തിലുള്ള ഒരു തീക്കഷ്ണമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫയജ്അലുഹാ ഫീ യദി, എന്നിട്ട് അതെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ധരിക്കുകയാണോ? അപ്പോൾ നരകത്തിലെ ഒരു തീക്കഷ്ണം എടുത്ത് നിങ്ങളുടെ കൈകളിൽ ധരിക്കുകയാണോ? സ്വർണത്തിൻ്റെ മോതിരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? നരകത്തിൻ്റെ ഒരു കഷ്ണം എന്നാണ്. ഫഖീല ലിർറജുലി ബഅദമാ ദഹബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ ആ വ്യക്തിയോട് ചില ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക്, ആ മോതിരം എടുത്തോ, ഫൻതഫിഉ ബിഹി, അത് ധരിക്കണ്ട, പക്ഷേ സ്വർണം വിൽക്കാലോ, മറ്റു ഉപകാരങ്ങൾക്കെടുക്കാലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത നോക്കൂ. അദ്ദേഹം പറഞ്ഞു, ഫഖാല ലാ വല്ലാഹി ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് വലിച്ചെറിഞ്ഞ ഒന്ന് ഇനി ഞാൻ എടുക്കുകയില്ല എന്നാണ്. വിലപിടിപ്പുള്ള സ്വർണ്ണമാണ്. പ്രവാചകൻ അത് ഊരി വലിച്ചെറിഞ്ഞത് നരകത്തിലൊരു കഷ്ണമാണ് എന്നുള്ള നിലക്കാണ്, ആ ഗൗരവം പഠിപ്പിക്കാനാണ്. ആ സ്വഹാബി അത് പിന്നീട് ഒരിക്കലും തിരിച്ചെടുത്തില്ല എന്നാണ്. അതവിടെ കിടക്കട്ടെ എന്ന് കരുതി. അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ് സ്വർണം പുരുഷന്മാർ ധരിക്കുക അല്ലെങ്കിൽ ആൺവർഗം ധരിക്കുക എന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത മിൻ ഉമ്മത്തി വഹുവ യതഹല്ല ദഹബ് ഹറമല്ലാഹു അലൈഹി ലിബാസഹു ഫിൽ ജന്ന. എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും സ്വർണം ധരിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ സ്വർഗത്തിലുള്ള സ്വർണം ധരിക്കുക എന്നത് അള്ളാഹു ആ വ്യക്തിക്ക് നിഷിദ്ധമാക്കും, ഹറാമാക്കും. സ്വർഗത്തിൽ വെച്ചത് കിട്ടാതെ പോകുമെന്നാണ്. അത് തടയപ്പെടും, മഹ്ശറിൽ അത് തടയപ്പെടുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ സ്വർണം അതിനെ ഗൗരവത്തിൽ തന്നെയാണ് മുസ്ലിം ഉമ്മത്ത് കാണേണ്ടത് പുരുഷന്മാരുടെ വിഷയത്തിൽ. അപ്പോൾ ചില ആളുകൾ ധരിക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിലോ, അവിടെ നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ പ്രവാചകൻ പറഞ്ഞത് ചെറിയ കുട്ടികൾ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. മാത്രമല്ല സ്വഹാബത്ത് മനസ്സിലാക്കിയത് എന്താണ്? ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്നാ നൻസിഉഹു അനിൽ ഗിൽമാനി വനതുറുകുഹു അലൽ ജവാരി. പട്ടുവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബികൾ ചെറിയ കുട്ടികളിൽ നിന്ന്, ആൺകുട്ടികളിൽ നിന്ന് അത് ഊരിയെടുക്കാറുണ്ടായിരുന്നു. എന്ത്? പട്ടുവസ്ത്രം. വനതുറുകുഹു അലൽ ജവാരി, പെൺകുട്ടികൾക്ക് മാത്രമേ ഞങ്ങളത് അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ആൺകുട്ടികൾക്ക് പട്ടുവസ്ത്രം കുഴപ്പമില്ലായിരുന്നെങ്കിൽ സ്വഹാബികൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ എണ്ണിയിട്ടുള്ള വിഷയമാണെന്ത്? സ്വർണം. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല എന്നത് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് സ്വഹാബികൾ അതെല്ലാം ഊരി ഒഴിവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായവും ഹദീസുകളോട് യോജിക്കുന്നതും എന്താണ്? ആൺകുട്ടികളാകട്ടെ, അത് ചെറിയ കുട്ടികളാകട്ടെ, അവരെ നാം സ്വർണം ധരിപ്പിക്കാൻ പാടില്ല. കാരണം നരകത്തിൻ്റെ ഒരു കഷ്ണം നമ്മുടെ മക്കളെ ധരിപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർണത്തിൻ്റെ മോതിരം അതല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നരകത്തിലെ കഷണങ്ങളാണ് എന്നാണ്. നമ്മുടെ ചെറിയ മക്കളെ നരകത്തിലെ കഷണം കൊണ്ട് നാം ധരിപ്പിക്കുമോ? ചെറിയ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നാം അങ്ങനെ ചെയ്യുമോ? അപ്പോൾ വലിയ കുറ്റമാണ് നാം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വലിയകൾ, രക്ഷാധികാരികൾ കുട്ടികൾക്ക് നല്ലത് മാത്രം ചെയ്തു കൊടുക്കേണ്ടവരും അവരെ ഇസ്ലാമിൻ്റെ മര്യാദകളും പ്രവാചകൻ്റെ സുന്നത്തുകളും അനുസരിച്ച് വളർത്തിയെടുക്കേണ്ടവരാണ്. മറിച്ച് പല ഉലമാക്കളും വ്യക്തമാക്കിയത് ചെറുപ്പത്തിൽ നാം അവർക്ക് നൽകുന്ന എന്ത് ശീലമാണോ അത് വലുതായാൽ അത് ഒഴിവാക്കാൻ അവർക്ക് പ്രയാസകരമായി തീരുമെന്നാണ്. കാരണം വളർന്നു വരുന്ന പ്രായത്തിലെ അവരുടെ മനസ്സിൽ പതിയുന്ന ചില വസ്ത്രങ്ങളും രീതികളും മുതിർന്നാൽ അവർ ഒഴിവാക്കുകയില്ല. അപ്പോൾ വലിയ അപകടം പിടിച്ച കാര്യമാണ് ചെയ്യുന്നത്. അതിനു പുറമെ പ്രവാചകൻ വിലക്കിയിട്ടുള്ളത് മുതിർന്നവർക്ക് എന്ന ഒരു വാചകം പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ വെച്ച് കുട്ടികൾ അത് ധരിച്ചത് കണ്ടിട്ടും പ്രവാചകൻ മിണ്ടിയിട്ടില്ല എന്ന വല്ല റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്കങ്ങനെ പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു തെളിവും ലഭിക്കാതിരിക്കുകയും ആൺവർഗത്തിന് പാടില്ല എന്ന് പ്രവാചകൻ പറയുകയും ചെയ്ത സ്ഥിതിക്ക് ഒരിക്കലും തന്നെ നമ്മുടെ കുട്ടികളെ അത് ധരിപ്പിക്കാൻ പാടില്ല. ഒരുപാട് ഹറാമുകൾ അതിലേക്ക് വരും. ഒരു കുറ്റകൃത്യം നമ്മൾ ചെയ്യിപ്പിക്കുക എന്നത് വരും. നരകത്തിൻ്റെ ഒരു കഷ്ണം മക്കളെ ഏൽപ്പിക്കുക എന്നത് വരും. രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് അമാനത്തിൽ വീഴ്ച വരുത്തുക എന്ന കുറ്റം അതിൽ വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ചോദ്യം ഇതാണ്: പെരുന്നാൾ ദിവസങ്ങളിലും മറ്റുമൊക്കെ ചെറിയ കുട്ടികൾക്ക് പട്ടുവസ്ത്രം ധരിപ്പിക്കാമോ? അതേപോലെ തന്നെ അനാഥരായ കുട്ടികളാണെങ്കിൽ അവരുടെ വലിയകൾക്ക് അവർക്ക് പട്ടുവസ്ത്രം ധരിപ്പിക്കാമോ, അവർ ചെറിയ കുട്ടികളാണെങ്കിൽ? അതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി: അൽഹംദുലില്ലാ ലൈസ ലിവലിയിൽ യതീമി ഇൽബാസുൽ ഹരീർ ഫി അൽഹരി ഖൗലൈൽ ഉലമാ. ഉലമാക്കൾ പറഞ്ഞതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ചെറിയ കുട്ടികളെ നാം അങ്ങനെയുള്ളത് ധരിപ്പിക്കാൻ പാടില്ല എന്നാണ്. കമാ ലൈസ ലഹു ഇസ്ഖാഉൽ ഖംറ വ ഇത്ആമുൽ മൈത. ഏതുപോലെ ചെറിയ കുട്ടികളാണെന്ന് കരുതി നാം കള്ളു കുടിപ്പിക്കുമോ? കള്ളു കുടിക്കാൻ പാടില്ല, പക്ഷേ ചെറിയ കുട്ടിയല്ലേ, അല്പം കള്ള് കൊടുക്കുമോ? അതേപോലെ തന്നെ മൈത്തത്ത്, ശവം അവരെ കൊണ്ട് തീറ്റിക്കുമോ ചെറിയ കുട്ടികളാണെന്ന് കരുതിയിട്ട്? അപ്പോൾ ചെറിയ കുട്ടികൾക്കൊരു ഇളവ് എന്നത് ഹറാമിൻ്റെ വിഷയത്തിൽ ഒരു വിഷയത്തിലും നൽകപ്പെട്ടിട്ടില്ല. അത് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു: ഫമാ ഹറുമ അല റിജാലിൽ ബാലിഗീന ഫഅലൽ വലിയി അൻ യുജന്നിബഹു സുബിയാൻ. മുതിർന്നവർക്ക് നിഷിദ്ധമാക്കിയതെന്തോ കുട്ടികളുടെ കാര്യത്തിലും അത് ഉപേക്ഷിക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. വഖദ് മസ്സഖ ഉമർ ഇബ്നുൽ ഖത്താബ് ഹരീറൻ റആഹു അല ഇബ്നു സുബൈർ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, ചെറിയ മോനാണ്. ആ മകൻ്റെ ശരീരത്തിൽ ഒരു പട്ടുവസ്ത്രം കണ്ടപ്പോൾ അദ്ദേഹം അത് വലിച്ച് കീറിക്കളഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പിടിച്ചു വലിച്ച് കീറിക്കളഞ്ഞു. ചെറിയ കുട്ടിയാണ് എന്ന് ഇളവ് നൽകിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: ലാ തുൽബിസൂഹുമുൽ ഹരീർ, കുട്ടികളെ നിങ്ങൾ പട്ടുവസ്ത്രം ധരിപ്പിക്കരുത്. വകദാലിക്, അപ്രകാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറയുകയാണ്: മാ യഹ്റുമു അലർ റിജാലി മിനൽ ദഹബ്. അതേപോലെ തന്നെയാണ് പുരുഷവർഗം സ്വർണം ധരിക്കുന്നതും. അത് കുട്ടികളാണെങ്കിലും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് ധരിപ്പിക്കുവാൻ പാടില്ല എന്നാണ്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു: ഹൽ യജൂസു അൻ യുൽബസൽ അത്ഫാലു ദുകൂർ അദ്ദഹബ അം ലാ വഇദാ കാനത് അഅമാറുഹും തഖില്ലു അനി സനതൈൻ. 2 വർഷം തികയാത്ത ചെറിയ കുട്ടികൾ, ജനിച്ച കുട്ടികൾ, അവർക്ക് സ്വർണം കൊടുക്കുന്നതിൻ്റെ, അവരെ സ്വർണം ധരിപ്പിക്കുന്നതിൻ്റെ ഹുക്മൻ എന്താണ്? ഫഅജാബ്, അദ്ദേഹം അതിന് നൽകിയ മറുപടി: ലാ യജൂസു തൽബീസു ദുകൂരി ദഹബ മുത്ലഖൻ വലൗ കാനു അഖല്ല മിൻ സനതൈൻ. 2 വയസ്സായിട്ടില്ലെങ്കിലും ശരി അവരെ അത് ധരിപ്പിക്കാൻ പാടില്ല. അദ്ദഹബു ഹില്ലുൽ ലിൽ ഇനാസ് ഹറാമുൻ അല ദുകൂർ. അത് പെൺകുട്ടികൾക്ക്, പെൺവർഗത്തിന് അനുവദനീയമാണ്, പക്ഷേ പുരുഷവർഗത്തിന് അത് നിഷിദ്ധമാണ്. അത് ഖവാത്തീമാകട്ടെ അല്ലെങ്കിൽ വാച്ചുകളാകട്ടെ, ഔ ഗൈറ ദാലിക് സവാഅൻ കാന ഖവാത്തീം ഔ സആത്തിൻ ഔ ഗൈറ ദാലിക്. മോതിരമായാലും ശരി, വാച്ചുകളാണെങ്കിലും ശരി, മറ്റെന്താകട്ടെ, മാലയാണെങ്കിലും ശരി, പുരുഷന്മാർക്കത് പാടില്ലാത്തതാകുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകളുണ്ട്, കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ചെറിയ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് ആൺകുട്ടികൾക്ക് സ്വർണം ഗിഫ്റ്റായി നൽകുക, മോതിരമോ മാലയോ അതേപോലെയുള്ള വസ്തുക്കളോ. പലരും അതിനൊരു ആചാരമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ റസൂല് ഹറാമാക്കിയതിനെ ഒരു ചര്യയായി, ആചാരമായി കൊണ്ട് നടക്കുക. സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ചിന്തിക്കുക. നരകത്തിലൊരു കഷ്ണമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണമെന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ ഒരു കഷ്ണമാണോ സഹോദരങ്ങളെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് ഊരി വലിച്ചെറിഞ്ഞ ഒരു
കാര്യമാണോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിശാച് എത്രമാത്രമാണ് സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് എന്ന് നോക്കുക. അതേപോലെ തന്നെ വിവാഹരംഗത്ത് ഭർത്താവിന് സമ്മാനമായിട്ട് ഭാര്യയുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒക്കെ സ്വർണത്തിൻ്റെ മോതിരമോ ചെയിനോ അതേപോലെയുള്ളതൊക്കെ കൊടുക്കുന്നു. അങ്ങനെ സ്വർണങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. അതൊരു ആചാരമാണ്, ഒരു വിവാഹത്തിൻ്റെ ഭാഗമാണ്, കുഴപ്പമില്ല എന്നാണ്. വളരെ അപകടം പിടിച്ച കാര്യമല്ലേ അത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു ഖാതമൻ മിൻ ദഹബിൻ ഫനബദഹു ഫഖാൽ ലാ അൽബസുഹു അബദ ഫനബദ അന്നാസു ഖവാതീമഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണ്ണത്തിൻ്റെ മോതിരം ധരിച്ചു. അപ്പോൾ സ്വഹാബികളൊക്കെ പ്രവാചകൻ അനുകരിച്ച് അതേപോലെ ചെയ്തു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോതിരം ഊരി ഉപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ സ്വർണത്തിൻ്റെ മോതിരം ഉപയോഗിക്കുകയില്ല. അത് കണ്ട ഉടനെ തന്നെ ഫനബദന്നാസു ഖവാതീമഹും, മുഴുവൻ സ്വഹാബികളും, സ്വർണത്തിൻ്റെ മോതിരം ധരിച്ച മുഴുവൻ സ്വഹാബികളും പ്രവാചകൻ ചെയ്യുന്നത് കണ്ട് അവരുടെ മോതിരം ഒഴിവാക്കി. ഇപ്രകാരമായിരിക്കണം ഇത്തിബാഉസ് സുന്ന. ഇങ്ങനെയാണ് നാം സുന്നത്തിനെ പിൻപറ്റേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ഉപേക്ഷിച്ചാൽ അത് ഉപേക്ഷിച്ചത് തന്നെ. പിന്നെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞോ, ജനനത്തിൻ്റെ പേര് പറഞ്ഞോ, മറ്റു പാർട്ടികളുടെ പേര് പറഞ്ഞോ, അങ്ങനെ ഒരുപാട് ഒക്കേഷനുകളാണ് ആളുകൾക്ക്. എന്തിനും ഏതിനും സൽക്കാരവും പാർട്ടിയും ഗിഫ്റ്റ് നൽകലും അതേപോലെയുള്ള കാര്യങ്ങളും. അതിൽ ഹലാല് ഹറാമുകളൊന്നും പരിഗണിക്കുന്നില്ല. അതൊക്കെ പാർട്ടികളല്ലേ, സന്തോഷമല്ലേ, ആഘോഷങ്ങളല്ലേ എന്നാണ് പറയുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖാതമിദ് ദഹബ്, സ്വർണത്തിൻ്റെ മോതിരം ധരിക്കരുതെന്ന് എന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പുരുഷന്മാരെ, ഒരിക്കലും തന്നെ നാം ഒരു കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും, അത് ബർത്ത്ഡേ ആകട്ടെ, കല്യാണത്തിൻ്റെ ആഘോഷങ്ങളാകട്ടെ, അതിൻ്റെ വാർഷികമാകട്ടെ, അതൊന്നും തന്നെ പാടില്ലാത്തതാണ്. അക്കൂട്ടത്തിൽ സ്വർണം എന്നത് അതും പാടില്ലാത്ത കാര്യമാണ്. ഒരുപാട് ഹറാമുകൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്താൽ അതതിൻ്റെ സന്ദർഭങ്ങളിൽ നമുക്ക് പറയാം. അതൊക്കെ ഉപേക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വിഷയം ഇതാണ്. ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കാമോ? പാടില്ല. സ്വഹാബികൾ ചെറിയ ആൺകുട്ടികളായിരുന്നെങ്കിലും അവരിൽ നിന്ന് പട്ടുവസ്ത്രവും സ്വർണവും ഒക്കെ നീക്കിയിട്ടുണ്ട്. മാത്രമല്ല, അത് നരകത്തിൽ ഒരു കഷ്ണമാണ്. നമ്മുടെ മക്കൾ അത് ധരിപ്പിക്കല്ല വേണ്ടത്, ഉപേക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കുട്ടികളെ കൊണ്ട് നമ്മൾ കള്ളു കുടിപ്പിക്കുന്നില്ലെങ്കിൽ, കുട്ടികളെ കൊണ്ട് മറ്റ് ഹറാമുകൾ നമ്മൾ ചെയ്യിപ്പിക്കാൻ പാടില്ലെങ്കിൽ, ഇതും അള്ളാഹുവിൻ്റെ റസൂൽ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഹറാമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വലിച്ചു ഊരി എറിഞ്ഞു കളഞ്ഞ വിഷയമാണ്. അതിന് അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ എല്ലാ രക്ഷിതാക്കളും കാണണം. മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.